ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക് റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എക്സും വൈയും രണ്ട് വെക്റ്റർ സ്പേസസ് സെറ്റ് x1 x2 എക്സെട്ര xn എന്നുള്ളത് x എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ്, അതുപോലെ y1 y2 എക്സെട്ര ym എന്നുള്ളത് y എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ്. അതായത് x Rnൻ്റെ സബ്സെറ്റും y Rmൻ്റെ സബ്സെറ്റുമാണ്. ദെൻ a എന്നുള്ളത് L of xy, അതായത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ദെൻ xj എന്നുള്ളത് എക്സിൻ്റെ ബേസിസിലെ ഒരു ആർബിട്രറി എലമെൻറ്റ്. സോ a of xj എന്നുള്ളത് y എന്നുള്ള സ്പേസിലെ ഒരു എലമെൻ്റ് ആയിരിക്കും. y എന്നുള്ള സ്പേസിൻ്റെ ഒരു ബേസിസാണ് y1 y2 എക്സെട്ര ym. സോ axjനെ, അതായത് a of xjനെ yiകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. അതാണ് സമ്മേഷൻ i ഈക്വൽ ടു 1 to m aij yi, അതായത് കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് aij ആണ്. അതായത് i ആണ് വാരി ചെയ്യുന്നത്, j ഫിക്സ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ax1 എന്നുള്ളത് j ഈക്വൽ ടു 1 ആയിരിക്കും. ആ കേസിൽ ax1 എന്നുള്ളത് a11 കോയിഫിഷ്യൻസ് ആണ് പറയുന്നത്, a11, ദെൻ a21, a31, അതുപോലെ ലാസ്റ്റ് am1. ഇങ്ങനെയാണ് പോകുന്നത്. സോ അത് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു m/n മെട്രിക്സ് കിട്ടും. സോ അതിൻ്റെ കോയിഫിഷ്യൻസ് ആണ് അതിലെ കോളം വെക്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് xjന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോയിഫിഷ്യൻ്റ് jth കോളത്തിലാണ് കൊടുക്കുന്നത്, റോ വൈസ് അല്ല. അതായത് കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ് കോളം വെക്റ്റർ ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് axjനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതാണ് aijകൾ. ആ aijകൾ jth കോളത്തിലാണ് വരിക. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ പറഞ്ഞു ax1 കറസ്പോണ്ടിങ് ആയിട്ട് a11, a21, a31 എക്സെട്ര am1 ആയിരിക്കും. അതായിരിക്കും ആ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം. അതുപോലെ ax2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഫിഷ്യൻ്റ് ആയിരിക്കും സെക്കൻഡ് കോളം. സോ അങ്ങനെ ബാക്കിയെല്ലാം axn വരെയുള്ളതിൻ്റെയും കോയിഫിഷ്യൻ്റ് കണ്ട് ഒരു m/n മെട്രിക്സ് കിട്ടും. അതാണ് വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് ബേസിസ് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ബേസിസ് മാറുന്നതിനനുസരിച്ച് മെട്രിക്സ് മാറുന്നതായിരിക്കും. ദെൻ എക്സ് എന്നുള്ളത് വെക്റ്റർ സ്പേസ് എക്സിലെ ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ്. സോ എക്സിനെ എക്സ് ജെകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. അതാണ് അവിടെ തന്നിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു സമ്മേഷൻ സി ജെ എക്സ് ജെ, ജെ ഈക്വൽ ടു 1 to n ആണ്, അത് തന്നിട്ടില്ല എന്ന് മാത്രം. ദെൻ എ എക്സ് എന്നുള്ളത് y എന്നുള്ള വെക്റ്റർ സ്പേസിലെ എലമെൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്, സമ്മേഷൻ i ഈക്വൽ ടു 1 to m. ദെൻ സമ്മേഷൻ j ഈക്വൽ ടു 1 to n aij cj ഇൻറ്റു yi. സോ അവിടുത്തെ കോയിഫിഷ്യൻ്റ് എന്നുള്ളത് സമ്മേഷൻ i ഈക്വൽ ടു 1 to m സമ്മേഷൻ j ഈക്വൽ ടു 1 to n aij cj ആണ്. ഒരു എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോയിഫിഷ്യൻസ്. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് അവിടെ താഴെ തന്നിട്ടുണ്ട്. അതായത് എക്സ് എന്നുള്ളത് c1 x1 പ്ലസ് c2 x2 അങ്ങനെ cn xn. ദെൻ ax ഈക്വൽ ടു a of c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര പ്ലസ് cn xn. a എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് നമുക്കതിന് ഇതുപോലെ എഴുതാം, c1 ഇൻറ്റു a of x1 പ്ലസ് c2 ഇൻറ്റു a of x2 പ്ലസ് എക്സെട്ര പ്ലസ് cn ഇൻറ്റു a of xn. a of xj എന്നുള്ളത് സമ്മേഷൻ i ഈക്വൽ ടു 1 to m aij ഇൻറ്റു yi ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു c1 ഇൻറ്റു a11 y1 പ്ലസ് a21 y2 പ്ലസ് എക്സെട്ര പ്ലസ് am1 yn. ദെൻ c2 ഇൻറ്റു a12 y1 പ്ലസ് a22 y2 പ്ലസ് എക്സെട്ര പ്ലസ് am2 yn പ്ലസ് എക്സെട്ര. ഫൈനലി cn ഇൻറ്റു a1n y1 പ്ലസ് a2n y2 പ്ലസ് എക്സെട്ര പ്ലസ് amn yn. ദെൻ y1 വരുന്ന ടേംസ് ഒരുമിച്ചെടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു c1 ഇൻറ്റു a11 പ്ലസ് c2 ഇൻറ്റു a12 പ്ലസ് എക്സെട്ര cn ഇൻറ്റു a1n ഇൻറ്റു y1. ദെൻ ഫൈനലി c1 ഇൻറ്റു an1 പ്ലസ് c2 ഇൻറ്റു an2 പ്ലസ് എക്സെട്ര പ്ലസ് cn ഇൻറ്റു amn ഇൻറ്റു ym. സോ അതാണ് സിഗ്മ നൊട്ടേഷനിൽ അവിടെ ഷോർട്ടായിട്ട് തന്നിട്ടുള്ളത്. a of x ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to m സമ്മേഷൻ j ഈക്വൽ ടു 1 to n aij cj ഇൻറ്റു yi. സോ അതാണ് axൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ബേസിസ് y1 y2 എക്സെട്ര ym. ദെൻ ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിൽ നിന്നും y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു
യൂണീക്ക് മെട്രിക്സ് M/n മെട്രിക്സ് കിട്ടും ഫോർ എ ഫിക്സഡ് ബേസിസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബേസിസ് മാറുന്നതിനനുസരിച്ച് മെട്രിക്സ് മാറും. ഒരു ബേസിസ് എക്സിനും വൈനും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ L(x)യിലെ ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാലും, അതായത് ഏതൊരു മെമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു യൂണീക്ക് മെട്രിക്സ് കിട്ടും. ദെൻ ഇതിൻ്റെ ഒരു കോൺവേഴ്സ് ആണ് നോട്ട് 2-ൽ തന്നിട്ടുള്ളത്. അതായത് ഒരു M/n മെട്രിക്സ് വിത്ത് റിയൽ എൻട്രീസ് കൺസിഡർ ചെയ്യുക. അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് വരുന്നത്? എക്സിനൊരു ബേസിസ് ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ വൈക്ക് ഒരു ബേസിസ് ഫിക്സ് ചെയ്യുക. ദെൻ ബേസിസിലെ എക്സിൻ്റെ ബേസിസിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് AX1 കാണുക. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് ഈ തന്നിട്ടുള്ള മെട്രിക്സിലെ ഫസ്റ്റ് കോളം, അതുപോലെ സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഇമേജിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് സെക്കൻഡ് കോളം. ഇതുപോലെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. കാരണം ബേസിസത്തെ എലമെൻറ്റ്സ് വെച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും കാര്യം നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ബേസിസിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബേസിസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. സോ ബേസിസത്തെ എലമെൻറ്റ്സിൻ്റെ ഇമേജ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് ഒരു M/n മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു നാച്ചുറൽ 1-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ L(x)y ആൻഡ് സെറ്റ് ഓഫ് ഓൾ M/n മെട്രിക്സ് അത് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നോട്ട് 3-ലെ Z എന്നുള്ളത് അനദർ വെക്റ്റർ സ്പേസ് വിത്ത് ബേസിസ് Z1 Z2 എക്സെട്ര ZP. അതായത് Z എന്നുള്ളത് RPയുടെ സബ്സെറ്റാണ്. ദെൻ ഓൾറെഡി അവിടെ എക്സും വൈയും ഉണ്ട്. എക്സിൻ്റെ ബേസിസ് X1 X2 എക്സെട്ര XN, അതുപോലെ വൈയുടെ ബേസിസ് Y1 Y2 എക്സെട്ര YM. ദെൻ A എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ബൈ ഇക്വേഷൻ 1, അതായത് A(xj) summation i = 1 to m Aij yi. അതുപോലെ B എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത് Byi = summation k = 1 to p Bki into Zk. BA എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അത് എക്സിൽ നിന്ന് സെഡിലേക്കാണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് Ba(xj) = summation k = 1 to p Ckj into Zk. ദെൻ A എന്നുള്ളത് L(xy)ലെ മെമ്പർ ആയിരിക്കും. B എന്നുള്ളത് L(yz)ലെ മെമ്പർ ആയിരിക്കും. BA എന്നുള്ളത് L(xz)ലെ മെമ്പർ ആയിരിക്കും. ആൻഡ് മെട്രിക്സ് ഓഫ് BA എന്നുള്ളത് മെട്രിക്സ് ഓഫ് B ഇൻറ്റു മെട്രിക്സ് ഓഫ് A. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടി എയുടെ മെട്രിക്സ് ആണ് അവിടെ ആദ്യം തന്നിട്ടുള്ളത്. A11 A12 എക്സെട്ര A1n, ദെൻ A21 A22 എക്സെട്ര A2n എക്സെട്ര AM1 AM2 എക്സെട്ര AMN. അതുപോലെ തന്നെ ബിയുടെ മെട്രിക്സും തന്നിട്ടുണ്ട്, ബിയുടെ മെട്രിക്സും തന്നിട്ടുണ്ട്. ദെൻ മെട്രിക്സ് ഓഫ് B ഇൻറ്റു മെട്രിക്സ് ഓഫ് A എന്നുള്ളത് ഒരു P/n മെട്രിക്സ് ആണ്. അത് യൂഷ്വൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ തന്നിട്ടില്ല. അതിൻ്റെ kjth എൻട്രി ഇങ്ങനെയാണ് വരിക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. അതിൻ്റെ kjth എൻട്രി ഇങ്ങനെ വരും: bk1 ഇൻറ്റു A1j പ്ലസ് bk2 ഇൻറ്റു A2j പ്ലസ് എക്സെട്ര പ്ലസ് bkm ഇൻറ്റു AMJ. അതായത് സമ്മേഷൻ i = 1 to m bki ഇൻറ്റു Aij. സോ മെട്രിക്സ് ഓഫ് B ഇൻറ്റു മെട്രിക്സ് ഓഫ് A എന്നുള്ളത് P/n മെട്രിക്സ് ആണ്. അതിൻ്റെ kjth എൻട്രി സമ്മേഷൻ i = 1 to m bki ഇൻറ്റു Aij. ദെൻ മെട്രിക്സ് ഓഫ് BA ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൽ എൻട്രീസും തന്നിട്ടുണ്ട്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ഓഫ് B ഇൻറ്റു മെട്രിക്സ് ഓഫ് Aയിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും സെയിം ആണ് എന്നാണ് കാണിക്കേണ്ടത്. അതായത് രണ്ടിലെയും kjth എൻട്രി സെയിം ആണ് എന്നാണ് കാണിക്കേണ്ടത്. ദെൻ മെട്രിക്സ് ഓഫ് BA എന്നുള്ളതിൽ വരുന്നത് Ba(xj)കളെ സെറ്റ് കെകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് ആണ് അവിടെ ആ മെട്രിക്സിൽ നമുക്ക് കോളം വെക്റ്റേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ടാവുക. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ സമ്മേഷൻ i = 1 to m bki ഇൻറ്റു Aij എന്ന് നമുക്ക് കിട്ടും. സോ അതിൽ നിന്നും അത് രണ്ടും സെയിം ആണെന്ന് കിട്ടും. സോ അതിനു വേണ്ടി Ba(xj) എന്നുള്ളത് Ba of A(xj)
കോമ്പോസിഷൻ്റെ ഡെഫിനിഷൻ. ദെൻ എ ഓഫ് എക്സ് ജെ എന്നുള്ളത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു വൈ ഐ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ബി ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു വൈ ഐ. ദെൻ ബി എന്നുള്ളത് ലീനിയർ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു ബി ഓഫ് വൈ ഐ. ദെൻ ബി ഓഫ് വൈ ഐ എന്താണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to p ബി കെ ഐ ഇൻറ്റു സെറ്റ് കെ. Then which is equal to summation k equal to 1 to p summation I equal to 1 to m aij into bki into zk. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ടൈംസ് ഉണ്ട്. നിങ്ങൾ ആ രണ്ട് സമ്മേഷനും റൺ ചെയ്യുക. അതായത് ആദ്യം ഐക്ക് ഒരു വാല്യൂ 1 കൊടുക്കുക. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കി എല്ലാ കേകളും റൺ ചെയ്തിട്ട് കിട്ടുന്ന എൻട്രീസും, അതുപോലെ ഇപ്പോൾ തന്നിട്ടുള്ള സമ്മേഷൻ കെ ഈക്വൽ ടു 1 to p സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു ബി കെ ഐ റൺ ചെയ്യുമ്പോൾ കിട്ടുന്നതും സെയിം ആണ്. അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളോ. അതാണ് അവിടെ അങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to p ബി കെ ഐ ഇൻറ്റു സെറ്റ് കെ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആണ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to p സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ ഇൻറ്റു ബി കെ ഐ. രണ്ട് സെയിം തന്നെയാണ്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചോദിച്ചോളും. സോ അതിൽ നിന്നും സി കെ ജെ എന്നുള്ളത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m ബി കെ ഐ ഇൻറ്റു എ ഐ ജെ എന്ന് കിട്ടും. സോ രണ്ടിൻ്റെയും കെ ജെത്തെ എൻട്രി സെയിം ആണ്. സോ മെട്രിക്സ് ഓഫ് ബി എ ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ബി ഇൻറ്റു മെട്രിക്സ് ഓഫ് എ. ദെൻ suppose x1 x2 etc xn set of all y1 y2 etc ym are standard basis of rn and rm respectively. സോ ആദ്യത്തെ ബേസിസിലെ എലമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ x1 എന്നുള്ളത് ഒരു n ടപ്പിൾ ആയിരിക്കും. rnൻ്റെ ബേസിസ് ആയതുകൊണ്ട് n ടപ്പിൾ ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് എൻട്രി 1ഉം ബാക്കി എല്ലാതും സീറോസ് ആയിരിക്കും. അതുപോലെ x2 എന്നുള്ളത് n ടപ്പിൾ ആയിരിക്കും. സെക്കൻഡ് എൻട്രി 1, ബാക്കി എല്ലാ എൻട്രീസും 0. അങ്ങനെ xn എന്നുള്ളത് അതിൻ്റെ nth എൻട്രി 1ഉം ബാക്കിയെല്ലാം 0 ആയിട്ട് വരുന്ന ഒരു n ടപ്പിൾ ആയിരിക്കും. ദെൻ സെക്കൻഡ് ബേസിസിലെ എലമെൻറ്റ്സ് m ടപ്പിൾസ് ആയിരിക്കും. അത് rmൻ്റെ ബേസിസ് ആണ്, അതുകൊണ്ട് m ടപ്പിൾസ് ആയിരിക്കും. yj എന്നുള്ളത് jth എൻട്രി 1ഉം ബാക്കിയെല്ലാം 0 ആയിട്ട് വരുന്നത്, അതായത് rmൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ്. എ എന്നുള്ളത് rnൽ നിന്നും rmലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നോം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ കോമ ജെ. രണ്ട് സമ്മേഷനും കൂടി ഒരുമിച്ച് എഴുതിയെന്ന് മാത്രം. എ ജെ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. സോ ആദ്യം ആർബിട്രറി ആയിട്ടൊരു എക്സ് ആറിൽ നിന്ന് എടുക്കുന്നു. സോ എക്സിന് നമുക്ക് c1 ഇൻറ്റു x1 പ്ലസ് e2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് cn ഇൻറ്റു xn എന്ന് എഴുതാം. സ്റ്റാൻഡേർഡ് ബേസിസ് എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, മോഡ് എക്സ് എന്നുള്ളത് നമുക്ക് വരിക റൂട്ട് ഓഫ് c1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് cn സ്ക്വയർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. സോ c1 ഇൻറ്റു x1 പ്ലസ് c2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് cn ഇൻറ്റു xn എന്നുള്ളത് ഒരു n ടപ്പിൾ ആയിരിക്കും. ആ n ടപ്പിൾ ഇങ്ങനെയായിരിക്കും c1 c2 എക്സെട്ര cn. സോ അതിൻ്റെ മോഡുലസ് വാല്യൂ റൂട്ട് ഓഫ് c1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് cn സ്ക്വയർ ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ദെൻ മോഡുലസ് ഓഫ് ax എന്നുള്ളത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n aij cj ഇൻറ്റു yi അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. സോ അത് വരിക റൂട്ട് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n aij cj സ്ക്വയർ, അതായത് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ മോഡുലസ് വാല്യൂ കാണുമ്പോൾ, സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട്. സോ എ എക്സിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സ്ക്വയർ എന്നുള്ളത് റൂട്ട് പോകും. വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n aij cj സ്ക്വയർ. അതായത് ആദ്യം ബേസിസത്തെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ, അതായത് rmലെ ബേസിസത്തെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ ഓരോ ഐകളുടെയും കോഎഫിഷ്യൻസ് ആണ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n aij cj എന്നുള്ളത്. സോ ഓരോ കോഎഫിഷ്യൻസിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മ് അതായിരിക്കും മോഡുലസ് വാല്യൂവിൻ്റെ
എ എക്സിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സ്ക്വയർ. ദെൻ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n എ ജെ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n സി ജെ സ്ക്വയർ. ദെൻ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n സി ജെ സ്ക്വയർ എന്നുള്ളത് എക്സിൻ്റെ മോഡുലസ് വാല്യൂ ആണ്, അതിൻ്റെ സ്ക്വയർ ആണ്, എക്സിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സ്ക്വയർ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n എ ജെ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ. സോ ഇപ്പോൾ നമുക്ക് കിട്ടി മോഡുലസ് ഓഫ് എ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to m സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n എ ജെ സ്ക്വയർ ഇൻറ്റു മോഡ് എക്സ് സ്ക്വയർ. സോ മോഡുലസ് ഓഫ് എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ കോമ ജെ, രണ്ടും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ എ ജെ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു മോഡ് എക്സ്. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും റൂട്ട് എടുക്കുക, അപ്പോൾ ഇതുപോലെ കിട്ടും. സോ ദെൻ നമ്മൾ തിയറം 9.7 മുമ്പ് ഒരു ലാംഡയുടെ പ്രോപ്പർട്ടി വെച്ചിട്ടൊരു നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നോട്ട് 2, അതായത് മോഡുലസ് ഓഫ് എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എൻ ആണെങ്കിൽ നോമെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്നുള്ളത്. ദെൻ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നോമെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ എ ജെ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അവിടെ ലാംഡയ്ക്ക് പകരം സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ എ ജെ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കിട്ടും. ദെൻ ഫിഫ്ത്ത് വണ്ണിൽ പ്രൂവ് ചെയ്യാനുള്ളത് എസ് എന്നുള്ളൊരു മെട്രിക് സ്പേസ് ആണ്. ദെൻ A11 A12 AMN എന്നുള്ളത് MN റിയൽ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എസ്, അതായത് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ് ഓരോ AIJകളും. അതിനെ മെട്രിക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് A11 A12 എക്സെട്ര A1n ദെൻ A21 A22 എക്സെട്ര A2n എക്സെട്ര AM1 AM2 AMN അങ്ങനെ MN കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട്. ദെൻ എസ്സിലെ ആർബിട്രറി ആയിട്ടൊരു പി എന്നുള്ളൊരു എലിമെൻ്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് AP എന്നുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ RNൽ നിന്നും RMലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. അത് അതിൻ്റെ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ആ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്. നമ്മൾ നോട്ട് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു റിയൽ M/n മെട്രിക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് RNൽ നിന്നും RMലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. സോ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ആ മെട്രിക്സിലെ ijth എൻട്രി എന്നുള്ളത് AIJ ഓഫ് P ആണ്, അതായത് AIJ എന്നുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻ അത് എസ്സിൽ ഡിഫൈൻഡ് ആണ്, P എന്നുള്ളത് എസ്സിലെ ഒരു മെമ്പറാണ്. സോ AIJ ഓഫ് P എന്നുള്ളത് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആയതുകൊണ്ട് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ആ റിയൽ നമ്പറാണ് മെട്രിക്സിലെ ijth എൻട്രി. അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A11 ഓഫ് P എന്നുള്ളതാണ് ആ മെട്രിക്സിലെ ഫസ്റ്റ് എൻട്രി. ദെൻ A12 ഓഫ് P എന്നുള്ളതാണ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി. അതുപോലെ MN എൻട്രീസ് കാണുക. സോ നമുക്കൊരു M/n മെട്രിക്സ് കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ആ ട്രാൻസ്ഫോർമേഷനെയാണ് AP എന്ന് വിളിക്കുന്നത്. ദെൻ നമുക്കവിടെ പ്രൂവ് ചെയ്യാനുള്ളത് Pനെ APയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻ, അതൊരു കണ്ടിന്യൂസ് മാപ്പിംഗ് ആണ്. ഒരു മാപ്പിംഗ് ആ ഫങ്ഷൻ കണ്ടിന്യൂസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് Pനെ APയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, P എന്നുള്ളത് എസ്സിലെ ഒരു എലമെൻ്റ് ആണ്, AP എന്നുള്ളത് RNൽ നിന്ന് RMലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, അതായത് AP ബിലോങ്സ് ടു L ഓഫ് RN RM. സോ ഈ Pനെ APയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ എന്നുള്ളത് എസ്സിൽ നിന്ന് L ഓഫ് RN RMലേക്കാണ്. സോ ആ ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഈച്ച് AIJ എന്നുള്ളത് കണ്ടിന്യൂസ്. സോ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ യൂസ് ചെയ്യുമ്പോൾ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കിട്ടും, സച്ച് ദാറ്റ് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ. അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. സോ തൽക്കാലം ഈ Pനെ APയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിനെ നമ്മൾ T എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് T എന്നുള്ളത് എസ്സിൽ നിന്നും L ഓഫ് RN RMലേക്കുള്ള ഒരു മാപ്പിംഗ് ഡിഫൈൻഡ് ബൈ T ഓഫ് P ഈക്വൽ ടു AP. സോ Pനെ APയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഫങ്ഷനെ നമ്മൾ
ടി എന്ന് വിളിച്ചു. ഇനി നമുക്ക് ടി എന്നുള്ളത് കണ്ടിന്യൂസ് സെറ്റ് പി എന്നാണ് കാണിക്കേണ്ടത്. ആർബിട്രറി ആയിട്ട് ഒരു പി എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പിംഗ് നമുക്ക് കണ്ടിന്യൂസ് എന്ന് കിട്ടും. സോ അതിനായിട്ട് ആർബിട്രറി ആയിട്ട് നമ്മളൊരു പി എന്നുള്ളത് എസ്സിൽ നിന്ന് എടുത്തു. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് വെൻ എവർ പി മൈനസ് ക്യൂ, അതായത് മോഡുലസ് ഓഫ് പി മൈനസ് ക്യൂ ലെസ് ദാൻ ഡെൽറ്റ, നോം ഓഫ് എ പി മൈനസ് എ ക്യൂ ലെസ് ദാൻ എപ്സിലോൺ, ഇങ്ങനൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സോ ആദ്യം ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ദെൻ എപ്സിലോൺ ബൈ റൂട്ട് ഓഫ് എം എൻ എന്നുള്ളതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എമ്മും എന്നും ആ മെട്രിക്സിൻ്റെ ഓർഡറാണ്, അത് ഏതെങ്കിലും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ എം എൻ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും, അതിൻ്റെ റൂട്ടും പോസിറ്റീവ് ആയിരിക്കും. സോ എപ്സിലോൺ ബൈ റൂട്ട് എം എൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എ ഐ ജെ എന്നുള്ളത് പി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം. കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ബൈ റൂട്ട് എം എൻ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് വെൻ എവർ ഡി ഓഫ് പി ക്യൂ ലെസ് ദാൻ ഡെൽറ്റ, അതായത് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിവിടെ മെട്രിക് സ്പേസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഡി എന്ന് വിളിച്ചു. ഡി ഓഫ് പി ക്യൂ എന്നുള്ളത് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എ ഐ ജെ ഓഫ് പി മൈനസ് എ ഐ ജെ ഓഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ റൂട്ട് എം എൻ. എ ഐ ജെ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് പി ആയതുകൊണ്ട് ഇതുപോലെ നമുക്കൊരു ഡെൽറ്റ പോസിബിൾ ആണ്. ദെൻ ലാസ്റ്റ് നോട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, അവിടെ ലാസ്റ്റ് നോട്ട് ഇതായിരുന്നു, നോം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ ഐ സമേഷൻ ഓവർ ജെ എ ഐ ജെ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. സോ നോം ഓഫ് എ പി മൈനസ് എ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ ഐ കോമ ജെ എ ഐ ജെ ഓഫ് പി മൈനസ് എ ഐ ജെ ഓഫ് ക്യൂ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. സോ വെനെവർ ഡി ഓഫ് പി ക്യൂ ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മോഡുലസ് ഓഫ് എ ഐ ജെ ഓഫ് പി മൈനസ് എ ഐ ജെ ഓഫ് ക്യൂ എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ബൈ റൂട്ട് എം എൻ ആണ്. സോ വെനെവർ ഡി ഓഫ് പി ക്യൂ ലെസ് ദാൻ ഡെൽറ്റ, അതിൻ്റെ സ്ക്വയർ മോഡുലസിൻ്റെ സ്ക്വയറും നമുക്ക് വരും എപ്സിലോൺ സ്ക്വയർ ബൈ എം എൻ എന്നുള്ളത്. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വെനെവർ ഡി ഓഫ് പിക്ക് ലെസ് ദാൻ ഡെൽറ്റ വിച്ച് ഇസ് ലെസ് ദാൻ സമേഷൻ ഓവർ ഐ കോമ ജെ എപ്സിലോൺ സ്ക്വയർ ബൈ എം എൻ ഹോൾ റൈസ് ടു 1/2. ദെൻ എസ്സിൽ നമ്മൾ എം എൻ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എടുത്തിട്ടുണ്ട്, അതായത് ഈ സിഗ്മ റൺ ചെയ്യുമ്പോൾ നമുക്കത് എം എൻ ടൈംസ് റൺ ചെയ്യും. അതായത് എപ്സിലോൺ സ്ക്വയർ ബൈ എം എൻ എന്നുള്ളത് എം എൻ ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എപ്സിലോൺ സ്ക്വയർ ബൈ എം എൻ ഇൻറ്റു എം എൻ. എം എൻ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടും എപ്സിലോൺ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. സോ അപ്പോൾ നമുക്ക് കിട്ടി വെൻ അവർ ഡി ഓഫ് പി ക്യൂ ലെസ് ദാൻ ഡെൽറ്റ നോം ഓഫ് എ പി മൈനസ് എ ക്യൂ ലെസ് ദാൻ എപ്സിലോൺ വിച്ച് ഇംപ്ലൈസ് ആ മാപ്പിംഗ്, അതായത് ടി എന്നുള്ള മാപ്പിംഗ് കണ്ടിന്യൂസ് അറ്റ് പി എന്നുള്ളത് ആർബിട്രറി ആയതുകൊണ്ട് ടി ഈസ് കണ്ടിന്യൂസ് ഓൺ എസ്.